ഇന്ന് ഡിസംബർ 31, 2025 ഡിസംബർ 31 കൊല്ലത്തിൻ്റെ അവസാനമാണ്. പക്ഷെ പേര് കൊടുത്തത് ന്യൂ ഇയർ നൂറാജുമർന്ന. ശരിക്കും ശരിയല്ലല്ലോ അല്ലേ? നാളെ ആണെങ്കിലും ഓക്കെ. ഏതായിരുന്നാലും കൊല്ലത്തിൻ്റെ അവസാനം നേരത്തെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാപനത്തിനെ പരിചയപ്പെടുത്തുന്ന അവരുടെ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിലൊന്നും വലിയ പ്രാധാന്യമില്ല, കാലത്തിനൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ശരിയാണത്. എവിടെയെങ്കിലും ജൂൺ മാസം കഴിയാൻ നേരത്തത് ജൂൺ കഴിയാൻ പോകണമെന്ന് ആരും പറയലുണ്ടോ? ഏപ്രിൽ തക്കണ തീരാൻ പോവാണ്, ഓഗസ്റ്റ് തക്കണ കിടക്കാൻ പോവാണ് പറയല്. മാസം 2025 കഴിഞ്ഞ് 2026 പക്ഷെ മനുഷ്യർ മാത്രമാണ് വർഷം കഴിയുമ്പോൾ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും പടകം പൊട്ടിക്കുകയും ഹാപ്പി പറയുകയും അങ്ങനെ എന്താ പറയുക, എന്തോ ഒരു ആർമാദം. പക്ഷേ ഇതൊക്കെ മരണത്തിലേക്ക് അടുക്കുകയാണെന്നുള്ള ചിന്ത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2030 മരിക്കണമെന്ന് അള്ളാഹു കണക്കാക്കിയ ഒരു സഹോദരൻ, ആ സഹോദരൻ 2025 ഡിസംബർ 31 കഴിഞ്ഞ് 26 കടക്കലോടുകൂടെ നിങ്ങൾക്ക് 4 കൊല്ലേ ഉള്ളൂ എന്ന് കരുതേണ്ട ഒരവസരമാണത്. ഏതായിരുന്നാലും പഠിച്ചോ നമ്മുടെ ആയുസ്സിനെ പഠിച്ചോ നീട്ടിത്തരട്ടെ. നമുക്ക് അങ്ങനെ ദുആ ചെയ്യാം. ആയുസ്സിനെ പഠിച്ചോ നീട്ടിത്തരട്ടെ. ഈ കൊല്ലം ഈ സമയത്തിൽ പലയാതി പ്രശ്നങ്ങളിലേക്കും ആളുകളൊക്കെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ ധാരാളം കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാ, അതിൽ നിന്നൊക്കെ മാറി കൂട്ടമായി നമ്മളൊരു സ്ഥലത്തിരുന്ന് ദിക്ർ ചൊല്ലിയ നമ്മുടെ ഭർത്താക്കന്മാരും നമ്മുടെ മക്കളുമൊക്കെ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരും നമ്മുടെ കൂട്ടുകുടുംബങ്ങളും ഒരിടത്ത് സംഗമിച്ച് അൽഹംദുലില്ലാ അവരൊന്നും മറ്റു ചീത്ത പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് വരുത്താൻ നമ്മളെ കൊണ്ട് ഇതുപോലെയുള്ള മജ്‌ലിസുകൾ സാധിക്കും. ഈ ദിവസങ്ങളിലാണ് അധികവും മദ്യം കഴിക്കുന്നവരുടെ കൂടെ നിന്ന് ഇതൊന്ന് കുറച്ചൊന്ന് കുടിച്ചു നോക്കിയാൽ, ഒന്ന് മണത്ത് നോക്കിയാന്ന് പറയല്. ഈ ദിവസമാണ് അധികം ഒന്ന് മണത്ത് നോക്കല്. പിന്നെ പിറ്റത്തെ ആഴ്ച ആ മണത്തതൊന്ന് ഒരു മൂടി കൊണ്ടാന്ന് പറയല്. പിറ്റത്തെ മാസം ആ കുപ്പിയും കൊണ്ട് കൊണ്ടാന്ന് പറയല്. അപൂർവമായിട്ടില്ലേ? എല്ലാവരും അല്ല, എന്നാലും നല്ല സുഹൃത്തുക്കൾ വേറെയുണ്ട്. ചെയ്യരുതെന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ സാഹചര്യങ്ങൾ അങ്ങനെ വന്നു പോകാം. പഠിച്ചോൻ കാത്ത്